ഡെയിലി മന്നയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. രണ്ട് കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് പോവുകയാണ്. അവരുടെ അപ്പനമ്മമാരോടൊപ്പമാണ് അവർ സ്കൂളിലേക്ക് പോകുന്നത്. രണ്ട് കുടുംബങ്ങൾ സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ റോഡിൻ്റെ വശത്തായി ഡ്രെയിനേജ് വൃത്തിയാക്കുന്ന ഒരു സഹോദരനെ കാണാനിടയായിത്തീർന്നു. എന്നാൽ ആ രണ്ട് കുടുംബത്തിലെ അപ്പന്മാർ തങ്ങളുടെ മക്കളോട് ഈ ഡ്രെയിനേജ് വൃത്തിയാക്കുന്ന ഈ സഹോദരനെക്കുറിച്ച് പറഞ്ഞത് രണ്ട് രീതിയിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശരീരത്തിലൊക്കെ അഴുക്കെല്ലാം പറ്റിയിട്ടുണ്ട്. എന്നാൽ അത് കണ്ടിട്ട് ഒരപ്പൻ ഇങ്ങനെ പറഞ്ഞു, മോനെ, നീ പഠിച്ച് വലുതാകണം, നീ നന്നായിട്ട് പഠിക്കണം, നീ നന്നായി പഠിച്ചില്ല എങ്കിൽ നീയും ഇതുപോലെ ഡ്രെയിനേജ് വൃത്തിയാക്കേണ്ടതായിട്ട് വരും, അതുകൊണ്ട് നന്നായി പഠിക്കണമെന്ന് ഒരപ്പൻ പറഞ്ഞു. എന്നാൽ മറ്റേ അപ്പൻ തൻ്റെ കുഞ്ഞിനോട് ഇങ്ങനെയാണ് പറഞ്ഞത്, മോനെ, നീ നന്നായി പഠിക്കണം, പഠിച്ച് വലുതായി ഇതുപോലെ കഷ്ടപ്പെടുന്ന ആളുകളെ നീ സഹായിക്കുന്ന വ്യക്തിയായി മാറണം. അതെ, ഈ രണ്ട് കുഞ്ഞുങ്ങൾ ഒരേ കാഴ്ചയായി കണ്ടതെങ്കിൽ അവർ കേട്ട കാര്യമാണ് അവരുടെ ഭാവിയെ സ്വാധീനിക്കുവാനായിട്ട് പോകുന്നത്. അത് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നാം എന്താണ് കേൾക്കുന്നത്? നാം എല്ലാവരും കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളൊക്കെ ഏകദേശം ഒരുപോലെ ആയിരിക്കാം. നമുക്ക് എല്ലാവർക്കും പ്രതിസന്ധികളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. എന്നാൽ നാം കേൾക്കുന്ന കാര്യങ്ങൾ വ്യത്യസ്തമാണ്. നാം എന്താണ് കേൾക്കുന്നത് അതാണ് നമ്മുടെ ഭാവിയെ നിർണ്ണയിക്കുന്നത്. നാം ആരിൽ നിന്നാണ് കേൾക്കുന്നത്, എന്താണ് കേൾക്കുന്നത്, ഇതാണ് നിങ്ങൾ ആ പ്രശ്നവും തമ്മിൽ ഉള്ള ബന്ധത്തെ നിർണ്ണയിക്കുവാനായിട്ട് പോകുന്നത്. കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനത്തിൽ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 46-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൽ ഇപ്രകാരം കാണാൻ പറ്റും, കർത്താവ് തന്നോട് അരുളി ചെയ്തത് നിവർത്തിയുണ്ടാകും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അതെ, മറിയ ദൈവം പറഞ്ഞ കാര്യം അവൾ പൂർണ്ണമായി വിശ്വസിച്ചു. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കുമെന്നുള്ള ദൈവിക വാഗ്ദത്തത്തിൻ്റെ നിവർത്തിയെ അവൾ പൂർണ്ണമായും വിശ്വസിക്കാനിടയായിത്തീർന്നു. അത് അവളുടെ ഭാവിയെ അതിമനോഹരമാക്കി മാറ്റി. അതേ പ്രിയ സഹോദരങ്ങളെ, മനുഷ്യർ പറയുന്നതല്ല നമ്മൾ കേൾക്കേണ്ടത്. നമ്മുടെ ചുറ്റും പാർക്കുന്നവർ പറയുന്നത് പലപ്പോഴും നമ്മളെ ഡിപ്രഷനിലോട്ട് കൊണ്ടുപോകും, നമ്മളെ വളരെ വിഷമത്തിലോട്ട് കൊണ്ടുപോകും. നമ്മുടെ വിഷമം പലപ്പോഴും കൂട്ടുവാനിടയായിത്തീരും. എന്നാൽ ദൈവം പറയുന്നത് ദൈവത്തിൻ്റെ വചനത്തിലൂടെ, ദൈവിക മനുഷ്യരിലൂടെ കേൾക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതം ഏറ്റവും അനുഗ്രഹമായി തീരും. അത് എന്താണോ കേൾക്കുന്നത് അതാണ് നിങ്ങളുടെ ഭാവിയെ നിർണ്ണയിക്കുവാൻ വേണ്ടി പോകുന്നത്. നിങ്ങളുടെ ഭാവി ഏറ്റവും മനോഹരമായി തീരുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ചുറ്റും പാർക്കുന്നവരുടെ നെഗറ്റീവ് വാക്കുകളല്ല നിങ്ങൾ കേൾക്കേണ്ടത്. പകരം ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതിയും ദൈവം നിങ്ങൾ എന്തിനു വിളിച്ചിരിക്കുന്നു എന്നുള്ള ആ വിളിയുടെ ശ്രേഷ്ഠതയും നിങ്ങൾ തിരിച്ചറിയുക. അതെ, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. യേശു കർത്താവ് നിങ്ങളെ വിളിച്ചത് നിങ്ങളെ മാനിക്കുവാനാണ്, നിങ്ങളെ തകർക്കുവാനല്ല, നിങ്ങൾ ആ സാഹചര്യങ്ങൾ കൊണ്ട് നശിപ്പിക്കുവാനല്ല. പകരം അതിനുള്ളിലും ദൈവത്തിൻ്റെ മഹത്വത്തെ പകർന്ന് നിങ്ങളെ അനുഗ്രഹിക്കാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നു. ആ അനുഗ്രഹത്തിലേക്ക് കടക്കുക, ദൈവവചനം വായിക്കുക, കേൾക്കുക. കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.